ഇടത് ഭാഗത്തായിട്ട്. നമ്മൾ CCTV നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടുമ്പോൾ ചേട്ടനാണ് അങ്ങോട്ട് ഓടുന്നത്. വെച്ചാൽ അവിടെ നിന്ന് ഒരു ലേഡി വരുന്നുണ്ടായിരുന്നു. വെച്ചാൽ ഒരു മീൻസ് നമ്മൾ സ്റ്റാഫ് അല്ലാണ്ട് പബ്ലിക് ഇവരുണ്ടായിരുന്നു. അപ്പോൾ അവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടിയത്. അവർ എങ്ങനെയെങ്കിലും കൊണ്ടുവരാമെന്നുള്ളത്. പക്ഷേ അവർ ആ ഫോഴ്സിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ പോന്നു. എന്നെ അപ്പുറത്തെ മതിലിൽ അങ്ങോട്ടേക്ക് എടുത്ത് മറിച്ചിടുകയും ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ. അതിനുശേഷമാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയത്. മണ്ണിൻ്റെ അടി മീൻസ് തല മാത്രം പുറത്തും ബാക്കിയെല്ലാം മണ്ണിൽ അടിയിലായി പോയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള രണ്ടുപേരെ സേവ് ചെയ്യാൻ പറ്റിയത്. കൗണ്ട് എത്ര പേരുണ്ടായിരുന്നു നമുക്ക് അറിയില്ല. എനിക്ക് മീൻസ് റോട്ടിലുണ്ടായിരുന്നു ഒരു 10-15 പേരുണ്ട്. മീൻസ് അത്രേ ഉള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മീൻസ് എൻ്റെ പുറകെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അവരാണ് ഇങ്ങോട്ടേക്ക് തെറിച്ച് വന്നേക്കുന്നത്. എൻ്റെ പുറകെ തന്നെ ആ വീഡിയോയിൽ കാണാൻ പറ്റും പാലത്തിൻ്റെ മുകളിലേക്കുള്ള പോകുന്നത്. പിന്നെ ഒരു പബ്ലിക് ഉണ്ടായിരുന്നത്, ഒരു ലേഡി ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അവരാണ് വണ്ടി മീൻസ് വാട്ടർ ടാങ്കിൻ്റെ അടിയിൽക്കൂടെ വന്നേക്കുന്നത്. അവർ വൈറ്റ് ഇതുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ച് ആ ഹോട്ടലിൽ നിന്ന് പോകാനുള്ള കാരണം തന്നെ ചായ കുടിച്ചിട്ട് പൈസ റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ പ്രോജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചായ കുടിക്കാൻ വന്നത്. അപ്പോൾ ഫസ്റ്റ് മേളിൽ ഇടിഞ്ഞ് കഴിയുമ്പോഴത്തേനും ജസ്റ്റ് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെക്യൂരിറ്റി ക്യാബിന് അങ്ങോട്ടേക്ക് പോയതിന് ശേഷമാണ് അപ്പോൾ ഓർത്തപ്പോൾ പൈസ കൊടുത്തില്ലല്ലോ, തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ തന്നെ സാർ എടുത്തോളം സാർ അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. ആ സമയത്താണ് മൊത്തത്തിൽ ഇടിയുന്നത്. എൻ്റെ കൺസ്ട്രക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ഇവരെല്ലാം മിസ്സിംഗ് ആണ്. ഇവരെ കിട്ടിയിട്ടില്ല. ഇല്ലില്ല, ചായക്കടയിൽ 15 പേരൊന്നും ഉണ്ട്. ഉണ്ടായിരുന്നു. മീൻസ് അവരെല്ലാം ഓൾമോസ്റ്റ് ഈ മണ്ണിടിച്ചിൽ കണ്ടോടുകൂടി തന്നെ എല്ലാം സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി പേര് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ചുകൂടി എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിടിച്ചിൽ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഓഫീസ് സെക്ഷൻ ഇരിക്കുന്നത് മേളിലാണ്, മീനാക്ഷി എസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒത്തിരി പേർ ഓടി കയറിയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. വെള്ളമല്ല ശരിക്കും വന്നേക്കുന്നത്. ജസ്റ്റ് ഉരുൾപൊട്ടലല്ല അത് ജസ്റ്റ് മണ്ണിടിഞ്ഞേക്കണത്. ഉരുൾപൊട്ടൽ എന്നുള്ളത് വെള്ളം ലോഗിങ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഉരുൾപൊട്ടൽ എന്നുള്ളത്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ മലയിലുള്ള വെള്ളം അടിക്കടെ ഒലിച്ചിറങ്ങി പാറ നമ്മുടെ തുരങ്കം മുഖത്തേക്ക് വരുന്ന പാറയുണ്ട്. ആ പാറയ്ക്ക് വരുന്ന ഭാഗം നമ്മളത് തുരങ്കമുഖം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങി വരുമ്പോൾ മേളിലുള്ള മണ്ണ് കനം കൂടുതലല്ല. അപ്പോൾ അടിയിലുള്ള ഉറവ മൂലം അത് ഇരുന്നേക്കണതാണ്. എല്ലാം ഇടിഞ്ഞേക്കുന്നത് ഓൺലി ലെഫ്റ്റ് സൈഡിൽ മാത്രം. അത് ലെഫ്റ്റ് സൈഡിലാണ്. നമ്മളിപ്പോൾ തുറമ്പ ഫോറസ്റ്റ് ഏരിയയിൽ അങ്ങോട്ടേക്ക് പോകുന്നത്. വെച്ചാൽ അത് ജസ്റ്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഭാഗം അങ്ങനെയാണ് വന്നത്. പക്ഷെ പെട്ടെന്ന് ഇരിക്കുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കാത്ത ഭാഗത്താണ്. അതായത് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എടുത്തിട്ട മണ്ണിട്ടേക്കുന്ന ഭാഗത്തു നിന്നാണ് ഇടിച്ചിലുണ്ടായിരിക്കുന്നത്. പക്ഷെ അവിടെയല്ല ഇടിച്ചിലുണ്ടായിരിക്കുന്നത്. അത് സേഫ് സോണാണ്. ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു ഏരിയയാണ്. നമ്മൾ ചിന്തിക്കാത്തൊരു ഏരിയയാണ് ലെഫ്റ്റ് സൈഡിൽ. അത് ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ നിന്നാണ് ഇടിഞ്ഞേക്കുന്നത്. അവിടെ മീൻസ് റൈറ്റ് സൈഡിൽ നമ്മുടെ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 7 കിലോമീറ്റർ ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ബേസ് ക്യാമ്പ് ഉള്ളത്. അതല്ലാണ്ട് വർക്കേഴ്സ് താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു 500 മീറ്റർ ദൂരത്തിലാണുള്ളത്. അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. 10 ദിവസമായിട്ട് പണി നിർത്തിയേക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്ന സ്റ്റാഫുകളുള്ളൂ. ഒന്ന് സെക്യൂരിറ്റി ഉണ്ടാവും, ഒന്ന് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. എന്നുവെച്ചാൽ മഴ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രെയിനേജ് ബ്ലോക്ക് ആവും. മഴ വന്നില്ല. പിന്നെ ആ മണ്ണ് റോട്ടിട്ട് അരിച്ചിറങ്ങി കഴിഞ്ഞാൽ ബൈക്കേഴ്സ് പിന്നെ ടാക്സി വണ്ടികൾക്കെല്ലാം സ്ലിപ്പാകുന്നൊരു മണ്ണാണ് ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക, പബ്ലിക്കിന് യാതൊരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോവുക. പിന്നെയാണെങ്കിൽ മോണിറ്ററിങ് ചെയ്യുക. നമുക്കാണ് ഇട്ടേക്കണ മണ്ണ് മോണിറ്ററിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് സർവേ വെച്ചിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ഇടിച്ചിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു യെല്ലോ ടാഗ് ടൈപ്പ് ഒരു സാധനം അവിടെ ഇരിക്കുന്നത്, റിഫ്ലക്റ്റീവ് ടൈപ്പ്. അത് ചില ഒരു സർവേ പോയിന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അവിടെ പഞ്ചായത്തിലെ ആളുകളൊക്കെ പറയുന്നത് അവിടെ പുഴയിലൂടെ ഈ മണ്ണ് ഒലിച്ചു വന്നിട്ട് എത്തിയിരുന്നു പറഞ്ഞത്. പുഴയിലൂടെ ഇല്ലല്ല, ആക്ച്വലി കലങ്ങി വെള്ളം പോകുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മൾ ഒരിക്കലും വെള്ളത്തിന് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മണ്ണ് പോയിട്ടില്ല, കലങ്ങി വെള്ളം പോയിട്ടുണ്ട്. അവർക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് കുടിവെള്ളം അറേഞ്ച് ചെയ്ത് ടാങ്കറിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർ എല്ലാം അവരെ സംയുക്തമായ തീരുമാനം മൂലമാണ് അങ്ങനെ ചെയ്തത്. എടുത്തിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്നുള്ള റിപ്പോർട്ട് തന്നിരുന്നു. റിപ്പോർട്ടായിട്ട് നമുക്ക് മീൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റ് 10-ാം തീയതി റിപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ADM-ൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പോയിട്ട് ഏരിയ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് മേപ്പാടി മുതൽ ചൂരൽമല ഏരിയ ഇല്ല. പിന്നെ നിയർ ബൈ എന്ന് പറയുമ്പോഴത്തേനും ഒരു 7 ഏക്കർ എന്ന് പറയുന്നത് നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ അടുത്താണ്. പക്ഷേ അവിടെ ഓൾമോസ്റ്റ് ഫുൾഫില്ലായി. മണ്ണിടുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ മാറ്റാതിരുന്നത്? മണ്ണിടുന്ന സ്ഥലം അവരെല്ലാം കൂടി ഞങ്ങൾ വില്ലേജ് ഓഫീസറെല്ലാം കൂടി ചേർന്നിട്ട് സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 10-ാം തീയതി മീറ്റിംഗ് ഉണ്ട്. അതിന് ശേഷം മാത്രമാണ് നമുക്കിത് മാറ്റാൻ പറ്റുമായിരുന്നത്. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല, അവർക്ക് മഴ നമുക്ക് ഈ ഒരു 2 ദിവസം കൊണ്ടാണ് ഇത്ര മഴ ഉണ്ടായിരിക്കുന്നത്.
അതിന് മുമ്പ് മഴ ഉണ്ടായിരുന്നില്ല, വന്ന് ചാറി പോകാമെന്നല്ലാണ്ട് വന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസം വന്നേക്കണം മഴ എന്ന് പറയുന്നത് നമുക്ക് അൺകൺട്രോൾഡാണ്. രാവിലെ അതുപോലെ തന്നെയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ ഡ്രെയിനേജ് മൊത്തം ഫുൾഫില്ലായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇട്ട മണ്ണെല്ലാം കവർ ചെയ്തേക്കണം, ടർപ്പോളിൻ ഷീറ്റ് വെച്ച് ഉപയോഗിച്ച് മൊത്തം മൂടിയിട്ടേക്കണത്. അതുകൊണ്ട് അതിനകത്തേക്ക് വെള്ളം ഇറങ്ങി ചെന്നിട്ട് അതിടിഞ്ഞു വരാൻ ഒരിതില്ല, നല്ല സപ്പോർട്ടീവായിട്ടാണ് അത് ഇരിക്കുന്നത്. മീൻസ് നമ്മൾ ഇടുന്ന മണ്ണ് കോമ്പാക്ട് ചെയ്തിട്ടാണ് ടോപ്പ് ഹൈറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല അതിൽ. ഈ മണ്ണ് മാറ്റാൻ കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നമുക്ക് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ആണെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് ഈ സമയത്ത് ട്രാൻസ്പോർട്ടിങ് നടക്കില്ല. ആക്ച്വലി മഴ തുടങ്ങിയ സമയത്ത് നമുക്ക് സ്ലഷ് റോഡിലേക്കാവും. അപ്പോൾ അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ആക്ച്വലി മെഷീനറീസ് എല്ലാം പുറത്തേക്ക് ഇറക്കണം, റോഡിലേക്ക് ഇറക്കണം. അതും പബ്ലിക്കിന് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ടൂറിസ്റ്റ് വരുന്ന സമയമായിരുന്നു. ഇതെല്ലാം നമുക്ക് നോക്കണം. നമ്മൾ കുറച്ച് മേളിലേക്കാണ്, തൊള്ളരങ്കണ്ടി നമ്മുടെ ബേസ് ക്യാമ്പിൻ്റെ ഏരിയ തന്നെയാണ്, അത് നിയർ ബൈ തന്നെയാണ്. ജസ്റ്റ് ഇന്നലെ എത്ര പേര് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു? ഇന്നലെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മീൻസ് ഞാൻ പഞ്ച് ചെയ്ത് എനിക്കാണെങ്കിൽ അവിടുത്തെ മഴ സമയത്ത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, KRSL സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ പോയതിനു ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയത്. മീൻസ് മെയിൻ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു, ഉള്ളിട്ട് പോകുക, അല്ലാണ്ട് ഈ സൈഡിൻ്റെ ഉള്ളിട്ട് പോകുന്നില്ല, റോഡ് സൈഡിൽ സെക്യൂരിറ്റി ക്യാബിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു.